അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റി തോമസ് ചാണ്ടി മന്ത്രിയായി. തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ സ്വയം മന്ത്രിയായി പ്രഖ്യാപനം നടത്തിയ ചാണ്ടിച്ചായന് ഒടുവിൽ ലോട്ടറി അടിച്ച പോലെ മന്ത്രിസ്ഥാനം കിട്ടി. രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് കോടീശ്വരനായ തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുന്നു. ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. തോമസ് ചാണ്ടിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. മതി 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 മതി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അതിനെന്തിനൊപ്പിട? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതലി. മുഖ്യമന്ത്രിയുടെ വക മലരുകൾ വിടർത്തി കതിരുകൾ നിരത്തി വന്നണയും
ആശംസകൾ നൂറു നൂറാശംസകൾ. ചാണ്ടിച്ചായൻ ഇങ്ങനെയാണ്. എവിടെയും അമിതമായി ഒന്നുമില്ല. വന്നത് പരവും ചെന്നത് ചെലവും. ഗവർണറല്ല, മുഖ്യമന്ത്രിയല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ചാണ്ടിച്ചായൻ അതിബഹുമാനമൊന്നും കാണിക്കില്ല. പിന്നെ വകുപ്പിനെ സംബന്ധിച്ച് അബദ്ധങ്ങൾ പറ്റിയാൽ അത് തരണം ചെയ്യാൻ പണം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് മാനഹാനി വിളിച്ചു കൊണ്ടുവരുന്ന സീറ്റാണ്. ഗതാഗതം കൈകാര്യം ചെയ്തവരുടെ അനുഭവങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങളിൽ മുഴുകിയാൽ മതിയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.